Dear students, today we are going to discuss about synthetic use of acetoacetic ester. In the previous class, we had studied about the synthesis of EAA by using Claisen condensation method. It has 5 stages of step. I hope you are all of you are studied well. Then next is synthetic use. This acetoacetic ester has wide synthetic use in the field of organic chemistry, and first use is salt formation. Due to the presence of this CH2 group, എന്താണ് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് സോൾട്ട് ഫോർമേഷൻ നടക്കും. ബിക്കോസ് ഐ ടോൾഡ് യു ദാറ്റ് ഇസ് ദിസ് CH2 ഗ്രൂപ്പ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 ഇലക്ട്രോൺ withdrawing group. Due to the presence of this 2 electron withdrawing group, these 2 hydrogens are more acidic. Because they give these 2 hydrogen for protonation, easily available for these 2 hydrogens are easily available to protonation. നമ്മളിതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് വളരെ അസിഡിക് ആണ്. അപ്പോൾ ഇത് ഈ ഹൈഡ്രജൻ ഗ്രൂപ്പ് ആൽഫ കാർബണിലുള്ള ആൽഫ ഹൈഡ്രജൻസ് രണ്ടും അസിഡിക് ആയത് കാരണം വളരെ ഈസി ആയിട്ട് ഒരു ബേസുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോൾട്ട് ഫോം ചെയ്യും. അതിന് എക്സാമ്പിളാണ് acetoacetic ester is treated with sodium ethoxide. It yields acetoacetic ester. ഇതിൻ്റെ സ്ലൈഡ് ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങളൊന്ന് ടെക്സ്റ്റിൽ നോക്കുക. ഒന്നുമില്ല, acetoacetic ester പ്ലസ് സോഡിയം ഇത്തോക്സൈഡ് ഗിവിങ് acetoacetic ester. അതൊന്നുമില്ല, ആ CH2 ഗ്രൂപ്പില്ലേ, ആ CH2 ഗ്രൂപ്പിൽ ഒരു ഹൈഡ്രജന് പോയിട്ട് Na+ അവിടെ കയറി നിൽക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ അടുത്ത യൂസാണ് ഫോർമേഷൻ ഓഫ് ആൽക്കൈൽ acetoacetic ester. എങ്ങനെയാണിത് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു ആൽക്കലിയുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് മോണോ ആൽക്കൈൽ ഡെറിവേറ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യാൻ പറ്റും. ബിക്കോസ് ദ ഹൈഡ്രജൻ പ്രസൻറ്റ് ഇൻ EAA ഇസ് വെരി ആക്റ്റീവ്. ഹൈഡ്രജൻ എന്താണ്, വളരെ ആക്റ്റീവാണ്. അപ്പം acetoacetic ester ഈസ് ട്രീറ്റഡ് വിത്ത് ആൻ ആൽക്കൈൽ ഹാലൈഡ്. ദ കറസ്പോണ്ടിങ് ആൽക്കൈൽ acetoacetic ester ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ റിയാക്ഷൻ ഇല്ലേ, ആ റിയാക്ഷൻ തന്നെ ഒന്നുകൂടി കണ്ടക്ട് ചെയ്യുക. സെയിം റിയേജൻസ്, ആദ്യം EAA എടുക്കുക, ദെൻ സോഡിയം ഇത്തോക്സൈഡ് എടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടും, സോൾട്ട് കിട്ടും, സോഡിയം സോൾട്ട് കിട്ടും. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് എന്താണ്, ഡൈ ആൽക്കൈൽ acetoacetic ester. സെയിം റിയാക്ഷനാണ്, ഒറ്റ തവണ നിങ്ങൾ പഠിച്ചാൽ മതി. എന്തൊക്കെയാണ് നടക്കുന്നത്, ആദ്യം എസ്റ്റർ എടുക്കുന്നു, ഇത്തോക്സൈഡ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ സോൾട്ട് കിട്ടുന്നു. ഒന്നും കൂടി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം അവിടെയുള്ള ആ ഒരു R ഗ്രൂപ്പ്, ഇത്തോക്സൈഡിലുള്ള ഒരു R ഗ്രൂപ്പ് എന്ത് ചെയ്യും, എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും, നമ്മുടെ കാർബണിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, നോക്കൂ ഇതാണ് റിയാക്ഷന്. ഇതിൽ ഞാൻ സോൾട്ട് ഉണ്ടാക്കുന്നത് എഴുതിയിട്ടില്ല. ഇനി അങ്ങനെയല്ല, ഇങ്ങനെ കാണിച്ചാലും കറക്റ്റാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, സോൾട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ആകുന്നതാണ്. അത് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കുക. ഇനി ഇതിങ്ങനെ കാണിച്ചാലും ഇത് കറക്റ്റ് തന്നെയാണ്. EAA നമ്മൾ എടുത്തു, നമ്മൾ പിന്നെ എന്ത് കാണിച്ചു, ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. ദെൻ ആൽക്കൈൽ ഹാലൈഡിൽ ഈ പൊസിഷനിൽ എന്ത് വന്നു, R ഗ്രൂപ്പ് വന്ന് അറ്റാക്ക് ചെയ്തു. ഇത് തന്നെ വീണ്ടും നമുക്ക് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ മാറിയിട്ട് വീണ്ടും ഒരു R ഗ്രൂപ്പിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഡൈ ആൽക്കൈൽ acetoacetic ester കിട്ടും അല്ലേ. അപ്പം ആൽക്കൈൽ acetoacetic ester നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ റിയാക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ആനയോൺ പാർട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡൈ ആൽക്കൈൽ acetoacetic ester ഫോം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ലൈഡ് പറഞ്ഞിട്ടുള്ളത്. കാരണം നോക്കൂ, സിൻസ് ദ മോണോ ആൽക്കൈൽ ഡെറിവേറ്റീവ് സ്റ്റിൽ പൊസസസ് ആൻ ആക്റ്റീവ് ഹൈഡ്രജൻ ആറ്റം, ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് സോഡിയം ഇത്തോക്സൈഡ് ടു ഫോം ദ ആൽക്കൈൽ acetoacetic ester anion. ദിസ് ക്യാൻ ഫെർദർ റിയാക്ട് വിത്ത് ആൻ ആൽക്കൈൽ ഹാലൈഡ് ടു ഗിവ് ഡൈ ആൽക്കൈൽ acetoacetic ester. എന്താ പറയണത്, CH2 ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് ഒരു R ഗ്രൂപ്പ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലേ, ആ ഹൈഡ്രജനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വീണ്ടും ആ ഹൈഡ്രജന് പകരം ഒരു ആൽക്കലീനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഗോട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആസ് ഡൈ ആൽക്കൈൽ acetoacetic ester. ഓക്കെ, നോക്കൂ, ഇവിടെ നോക്കൂ. യെസ്, റിയാക്ഷൻ നോക്കൂ നിങ്ങൾ.
ഇതാണ് നമ്മുടെ എസ്റ്റർ. ഇതിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുവന്നു? ഇത്തോക്സൈഡാണ്. ഇതാണ് സോഡിയം ഇത്തോക്സൈഡ്. ഇത് റിയാക്ട് ചെയ്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ കാർബണിൽ Na+ അറ്റാച്ച് ചെയ്തു. അതേസമയം തന്നെ ഇവിടെ എന്ത് വന്നു? R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു അല്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ശരിക്കും ഈ Na+ നമ്മൾ ലിബറേറ്റ് ചെയ്യാണ്, ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. സോ Na+ഉം ഹാലൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് അത് എലിമിനേറ്റ് ചെയ്ത് പോയി. ദെൻ ഈ R' ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ സോ ഫൈനലി വി ഗോട്ട് ഡൈ ആൽക്കൈൽ അസറ്റോഅസറ്റിക് എസ്റ്റർ ആസ് ദ പ്രോഡക്റ്റ്. ദെൻ അടുത്ത മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് എന്ത്? കുറേ ഉണ്ട്, അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. സിന്തറ്റിക് ആപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് ഇതാണ് സിന്തസിസ് ഓഫ് മോണോകാർബോക്സിലിക് ആസിഡ്. എന്താണ് സിന്തസിസ് ഓഫ് മോണോകാർബോക്സിലിക് ആസിഡ്? അതിൽ വരുന്നതാണ് എന്ത്? കൺവേർഷൻ ഓഫ് അസറ്റിക് ആസിഡ്. എന്താണ് കൺവേർഷൻ ഓഫ് അസറ്റിക് ആസിഡ്? അതിലൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഓൺ ബോയിലിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കഹോളിക് KOH ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. നമ്മൾ EAA എടുക്കുക. ഇതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുക? ആൽക്കഹോളിക് KOH പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് എടുത്ത് കുറച്ച് എത്തനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് ആൽക്കഹോളിക് KOH. കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ആൽക്കഹോളിക് KOH നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അസിഡിഫിക്കേഷൻ, ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ HCl ഓർ സൾഫ്യൂരിക് ആസിഡ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ടു യൂസ് HCl ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ EAA ഈസ് റിയാക്റ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കഹോളിക് KOH ഓർ ഇൻ പ്രസൻസ് ഓഫ് HCl ഓർ എനി ആസിഡ് വി ഗോട്ട് അസറ്റിക് ആസിഡ് ആസ് ദ പ്രോഡക്റ്റ്. ഇതിന് സിന്തറ്റിക് യൂസ് ഉണ്ട്. കാരണം ഒരു എസ്റ്റർ വെച്ചിട്ട് ഒരു എസ്റ്ററിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സിന്തറ്റിക് യൂസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത സിന്തറ്റിക് യൂസാണ് സിന്തസിസ് ഓഫ് ആൽക്കൈൽ അസറ്റിക് ആസിഡ്. നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ആൽക്കൈൽ അസറ്റിക് ആസിഡിന് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്? സോഡിയം ഇത്തോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? സോഡിയം അസറ്റിക് എസ്റ്റർ കിട്ടും. ഇതിന് വീണ്ടും നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആൽക്കൈൽ അസറ്റിക് എസ്റ്റർ കിട്ടും. എന്താ കിട്ടുക? കറസ്പോണ്ടിങ് ആൽക്കൈൽ അസറ്റിക് എസ്റ്റർ. ഇതിന് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യുക, ആസിഡ് ഹൈഡ്രലൈസ് ചെയ്യുക അണ്ടർ റിഫ്ലക്സ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കഹോളിക് KOH സൊല്യൂഷൻ ആൻഡ് ദെൻ ഫോളോഡ് വിത്ത് അസിഡിഫിക്കേഷൻ ടു ഗെറ്റ് ദ ഡിസൈഡ് ആൽക്കൈൽ അസറ്റിക് ആസിഡ്. റിഫ്ലക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 hours അല്ലെങ്കിൽ ഒരു 1 hour കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് നമ്മൾ കണ്ടൻസറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ലാബ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഈ റിഫ്ലക്സ് ചെയ്യുക എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇപ്പം മനസ്സിലാക്കി വെക്കുക, റിഫ്ലക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഹീറ്റിംഗ് ആണ് റിഫ്ലക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും? ആൽക്കൈൽ അസറ്റിക് എസ്റ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഈ കിട്ടിയ പ്രോഡക്റ്റിനെ നമ്മളൊരു RB ഫ്ലാസ്ക്, റിഫ്ലക്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യണ എന്താ പറയുക, ഒരു ഫ്ലാസ്ക്കാണ്, ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്കാണ്. അതാണ് RB ഫ്ലാസ്ക് എന്ന് പറയുന്നത്. അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ പ്ലസ് ആൽക്കഹോളിക് KOHും കൂടി അതിലേക്ക് ആഡ് ചെയ്യും, കോൺസെൻട്രേറ്റഡ്. എന്നിട്ട് കുറച്ച് ആസിഡും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? 1 hour അല്ലെങ്കിൽ 2 hour കണ്ടിന്യൂസ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി വി ഗോട്ട് ദ ഡിസയേർഡ് ആൽക്കൈൽ അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രലൈസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ അസിഡിക് ഹൈഡ്രോളിസിസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ നോക്കാം. EAA എടുത്തു. നമ്മൾ ഇവിടം വരെ നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലേ? ഇവിടം വരെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നോക്കൂ, നമ്മൾ എന്ത് ചെയ്തു? കോൺസെൻട്രേറ്റഡ് ആൽക്കഹോളിക് KOHും H3O+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ആണെന്നുള്ള മീനിങ് ആണ് കേട്ടോ. നമ്മൾ ഇതാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ആൽക്കൈൽ അസറ്റിക് ആസിഡ് കിട്ടി. കണ്ടോ? ഒരു അസറ്റിക് ആസിഡും പിന്നെ എന്ത് കിട്ടി? ഒരു ആൽക്കൈൽ അസറ്റിക് ആസിഡ്. 2 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആൽക്കഹോളും കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു എസ്റ്ററിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അടുത്തൊരു റിയാക്ഷൻ നോക്കിക്കേ നിങ്ങൾ. നമ്മൾ എസ്റ്റർ എടുക്കുന്നു. നമുക്ക് ഇവിടം വരെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു. ഇതുവരെ നിങ്ങൾക്കറിയാം.
ദെൻ അതിനുശേഷം അസിഡിക് ഹൈഡ്രോളിസിസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വി ഗോട്ട് ബ്യൂട്ടനോയിക് ആസിഡ് അല്ലേ. ഈ ആറിന് പകരം നമ്മൾ CH3CH2 കൊടുക്കുന്ന സമയത്ത് ബ്യൂട്ടനോയിക് ആസിഡ് നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു അല്ലേ. യെസ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു മക്കളെ. ഇത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് മിസ്സസ് സ്ക്രീൻ ഷെയർ ചെയ്യണത്. അപ്പം നിങ്ങൾ എഴുതി തന്നെ ഇത് പഠിക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു നാക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് സോൾട്ട് ഫോർമേഷൻ, രണ്ടാമത്തത് ആൽക്കൈൽ എന്താ പറയുക അസറ്റേറ്റ് ആൽക്കൈൽ എസ്റ്റർ ഫോം ചെയ്യുക. അതിനുശേഷം അതിലേക്ക് വീണ്ടും ഒരു KOH ആഡ് ചെയ്ത് കൊടുത്ത് ആസിഡ് ഹൈഡ്രോളിസിസ് കൊടുത്തു കഴിഞ്ഞാൽ വി ഗോട്ട് ആൽക്കൈൽ അസറ്റിക് ആസിഡ് അല്ലേ, അസറ്റിക് ആസിഡ് കിട്ടും. അപ്പോൾ 4 റിയാക്ഷൻസ് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തതാണ് സിന്തസിസ് ഓഫ് ഡൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ്. ഇപ്പം നമ്മൾ മോണോ ആൽക്കൈലാണല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. ഇനി എന്താണ് സിന്തസിസ് ഓഫ് ഡൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വീണ്ടും പറയുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇത്തോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ സോൾട്ട് കിട്ടുന്നു, ദാറ്റ് ഈസ് സോഡിയം അസറ്റോ അസറ്റിക് എസ്റ്റർ കിട്ടുന്നു. അതിനുശേഷം നമ്മൾ ആൽക്കൈൽ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ആൽക്കൈൽ അസറ്റോ അസറ്റേറ്റ് കിട്ടുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽക്കൈൽ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഡൈ ആൽക്കൈൽ അസറ്റ്, ഇവിടെ വ്യത്യാസമുണ്ട്, നമ്മൾ ഡൈ ആൽക്കൈലായിട്ട് ചെയ്യുന്നു, ഡൈ ആൽക്കൈൽ അസറ്റോ അസറ്റിക് എസ്റ്റർ ആയിട്ട് ആക്കി മാറ്റുന്നു. അതിനുശേഷം ഓൾ ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഹൈഡ്രോളിസിസ് ബൈ ഹീറ്റിംഗ് അണ്ടർ റിഫ്ലക്സ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കഹോളിക് KOH അല്ലേ. പിന്നെ നമ്മൾ റിഫ്ലക്സ് ചെയ്യുന്നു, പിന്നെ അസിഡിഫൈ ചെയ്യുന്നു. ഈ റിഫ്ലക്സ് ചെയ്തതിന് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങ് എടുക്കും. നല്ല ചൂടായിരിക്കും. എന്നിട്ട് നന്നായിട്ട് കൂൾ ചെയ്തതിന് ശേഷം ഒരു ബീക്കറിൽ കുറച്ച് ആസിഡ് എടുക്കും. എന്നിട്ട് അതിലേക്ക് ഈ RB ഫ്ലാസ്കിലുള്ള റിയേജൻറ്റ് ഒഴിക്കുന്ന സമയത്താണ് നമുക്ക് അപ്പോഴാണ് ആസിഡിഫിക്കേഷൻ നടക്കുന്നത് കേട്ടോ. അപ്പം ആസിഡ് മീഡിയയിലേക്ക് നമ്മൾ ഈ KOHൽ റിഫ്ലക്സ് ചെയ്ത മൊത്തം പ്രോഡക്റ്റ് ഇതിലായി കിടക്കുന്നുണ്ടാവും. അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഫൈനലി വി ഗോട്ട് ദ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിസൈഡ് ഡൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ് കിട്ടും. അപ്പം ഈ ഒരു പകുതിയോളം റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി വീണ്ടും നമ്മൾ റിയാക്ഷനിലേക്ക് പോവുകയാണ്. അത് നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സോഡിയം സോൾട്ട് ഉണ്ടാക്കി. ദെൻ അതിനുശേഷം ആൽക്കൈൽ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്തപ്പം മോണോ ആൽക്കൈൽ എന്ത് കിട്ടി, അസറ്റിക് എസ്റ്റർ കിട്ടി. വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ഇത്തോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും സോൾട്ട് കിട്ടുന്നു. വീണ്ടും ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഡൈ ആൽക്കൈൽ അസറ്റോ അസറ്റിക് എസ്റ്റർ കിട്ടുന്നു. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു, റിഫ്ലക്സ് ചെയ്യുന്നു ബൈ യൂസിങ് കോൺസെൻട്രേറ്റഡ് ആൽക്കഹോളിക് KOH. ദെൻ നമുക്ക് എന്ത് കിട്ടുന്നു, ഡൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. കണ്ടോ, CHRR'. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ചൂസൺ സച്ച് ദാറ്റ് R is CH3 and R' is C2H5. സോ 2-methyl butanoic acid is obtained. ഇത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്താൽ മതി. അതായത് ഒരു R CH3യും രണ്ടാമത്തെ R' ഒരു ഈത്തൈൽ ഗ്രൂപ്പും ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും, മീത്തൈൽ ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും. പ്രോഡക്റ്റ് എന്തായിരിക്കും, മീത്തൈൽ ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും. അതായത് ഇവിടെ ഒരു R CH3യും ഒരു R C2H5 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരുന്ന ഡൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ് എന്തായിരിക്കും, 2-methyl butanoic acid ആയിരിക്കും. ഇനി അടുത്തത് R and R' സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അതായത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അസറ്റോ അസറ്റിക് എസ്റ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പറയുന്നത്. രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-methyl propanoic acid കിട്ടും. ദാറ്റ് ഈസ് ഡൈമീഥൈൽ അസറ്റിക് ആസിഡ്. എന്താ കിട്ടുക, ഡൈമീഥൈൽ അസറ്റിക് ആസിഡ്, 2-methyl propanoic acid. ഇനി R and R' അത് സെയിം സ്ലൈഡാണ്. R and R' സെയിം ആണെങ്കിൽ വി ഗോട്ട് 2-methyl അസറ്റിക് ആസിഡ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും R രണ്ടും സെയിം ആണ്. CH3 ആണ് വരുന്നതെങ്കിൽ 2-methyl propanoic acid ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, റിയാക്ഷൻസ് നോക്കൂ, കണ്ടോ, മറ്റേത് മിസ് പറയുന്നില്ല. ഇവിടെ നോക്കൂ, കണ്ടോ, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3 അല്ലേ. അപ്പോൾ 2-methyl propanoic acid. മക്കളെ ഇത് നന്നായിട്ട് പഠിക്കണേ. ഒന്നിനോട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഈസി. ദെൻ അടുത്തതാണ് സിന്തസിസ് ഓഫ് ഡൈകാർബോക്സിലിക് ആസിഡ്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് സക്സിനിക് ആസിഡ്. എന്താണ് സക്സിനിക് ആസിഡ്? സക്സിനിക് ആസിഡിന് ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും,
സോഡിയം മിത്തോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ട് കിട്ടും. നമ്മൾ പഠിച്ച മാതിരി തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് സോഡിയം സോൾട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വെച്ചിട്ട് ഹീറ്റ് ചെയ്യും? അയഡിൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഹൈഡ്രോളൈസ് ചെയ്യും വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കഹോൾ. അപ്പോൾ പഠിച്ചു ആൽക്കഹോളിക് AOH വെച്ച് നമ്മൾ റിഫ്ലക്സ് ചെയ്യും, ദെൻ ഹൈഡ്രോളൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ആസിഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ സക്സിനിക് ആസിഡ് കിട്ടും. എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, ആദ്യം നമ്മൾ എസ്റ്റർ എടുത്തു, ദെൻ നമ്മൾ സോൾട്ടുമായിട്ട് സോഡിയം ഇത്തോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സോഡിയം അസറ്റിക് എസ്റ്റർ കിട്ടി. ദെൻ നമ്മൾ അയഡിനുമായി ഇത് 2 വട്ടം ഇവിടെ കിട്ടുന്നുണ്ട്, 2 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, 2 മോള് കിട്ടുന്നുണ്ട്. 2 ചെയ്യണ്ടേ, കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്? ഡൈകാർബോക്സിലിക് ആസിഡ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മോൾസ് എടുക്കണം. ഓക്കെ, ഇനി അയഡിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പം ഈ സോഡിയം എല്ലാം ആറിൻ്റെ കൂടെ പോകും, അയഡിൻ്റെ കൂടെ പോകും. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും പ്രോഡക്റ്റ്? CH3CO. ഈ കാർബണും തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും അല്ലേ. ദെൻ ഇവിടെ നിന്നൊക്കെ വാട്ടർ മോളിക്യൂളൊക്കെ ലിബറേറ്റ് ചെയ്ത് അങ്ങ് പോകും. ദെൻ നമ്മൾ റിഫ്ലക്സ് ചെയ്യുക. ഈ കിട്ടിയ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യും? RB ഫ്ലാസ്കിലേക്ക് ഇടുന്നു. അതിലേക്ക് നമ്മൾ ആൽക്കഹോളിക് AOH ആഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ട് റിഫ്ലക്സ് ചെയ്യുന്നു. റിഫ്ലക്സ് ചെയ്തതിന് ശേഷം കൂൾ ചെയ്തതിന് ശേഷം നമ്മളൊരു ബീക്കറിൽ കുറച്ച് ആസിഡ് എടുക്കും. അതിലേക്ക് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സക്സിനിക് ആസിഡ്. അപ്പോൾ ആദ്യം നമുക്കിവിടെ അസറ്റിക് ആസിഡ്, മോണോകാർബോക്സിലിക് ആസിഡ് കിട്ടുന്നുണ്ട്. പിന്നെ സക്സിനിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഡൈകാർബോക്സിലിക് ആസിഡാണ്. CH2COOH കേട്ടോ. നോക്കണേ, ശ്രദ്ധിക്കണേ. സക്സിനിക് ആസിഡ് വളരെ സിമ്പിളായിട്ടുള്ള ഡൈകാർബോക്സിലിക് ആസിഡാണ്. ബൈ പ്രോഡക്റ്റ് എത്തനോൾ. പിന്നെ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവരെല്ലാവരും കൂടി ഒരു ബീക്കറിലാണല്ലോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അവിടെ വേറെ മെത്തേഡാണ്, നിങ്ങൾക്ക് പഠിക്കേണ്ടുന്നതില്ല, ഇവിടം വരെ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ അടുത്തതാണ് അടുത്ത കാർബോക്സിലിക് ആസിഡാണ് എന്ത്? ഗ്ലൂട്ടാറിക് ആസിഡ്. രണ്ടാമത്തെ ഡൈകാർബോക്സിലിക് ആസിഡാണ് ഗ്ലൂട്ടാറിക് ആസിഡ്. അപ്പം നമ്മൾ പഠിച്ച മാതിരി തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? സോഡിയോ അസറ്റിക് എസ്റ്റർ ഫോം ചെയ്യുന്നു. അതിനുശേഷം ആദ്യത്തെ കേസിൽ നമ്മൾ അയഡൈഡാണല്ലേ യൂസ് ചെയ്തത്. ഇവിടെയോ മെത്തിലീൻ അയഡൈഡ് യൂസ് ചെയ്യും. എന്താ യൂസ് ചെയ്യുക? മെത്തിലീൻ അയഡൈഡ്. പിന്നീട് എന്ത് ചെയ്യും? KOH വെച്ചിട്ട് നമ്മൾ റിഫ്ലക്സ് ചെയ്തിട്ട് ആസിഡിഫൈ ചെയ്യുമ്പോൾ വി ഗോട്ട് ഗ്ലൂട്ടാറിക് ആസിഡ് ആസ് ദ പ്രോഡക്റ്റ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടം വരെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇവിടെ അയഡിന് പകരം വി യൂസ് CH2I2, ദാറ്റ് ഇസ് മെത്തിലീൻ അയഡൈഡ്. സോ നമുക്കിങ്ങനെ പ്രോഡക്റ്റ്, അത് മെത്തിലീൻ അയഡൈഡ് യൂസ് ചെയ്യുമ്പം, കാരണം നമുക്കിവിടെ ഒരു CH2 നടുക്ക് കയറണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CH2I2 യൂസ് ചെയ്യണത്. ഈ 2 NAകളും അതിൻ്റെ കൂടെ പോകും അല്ലേ. അങ്ങനെ ഈ CH2 ഇവിടെ നടുക്ക് കയറും. ദെൻ KOH വെച്ചിട്ട് നമ്മൾ റിഫ്ലക്സ് ചെയ്യുന്ന സമയത്ത് ഒരു അസറ്റിക് ആസിഡ് കിട്ടും. ദെൻ ഗ്ലൂട്ടാറിക് ആസിഡ് കണ്ടോ? CH2. അപ്പം ഡൈകാർബോക്സിലിക് ആസിഡ് കണ്ടോ? ഒരു CH2COH, നടുക്കൊരു CH2COH. ഇതാണ് ഗ്ലൂട്ടാറിക് ആസിഡ്. സക്സിനിക് ആസിഡ് ഏതായിരുന്നു? ഇതായിരുന്നു CH2COH അല്ലേ. അപ്പം മറന്നു പോകരുത്. ഇനി അടുത്തതാണ് സിന്തസിസ് ഓഫ് അഡിപ്പിക് ആസിഡ്. അതെന്താണ്? മൊത്തത്തിൽ 2 മെത്തിലിൻ ഗ്രൂപ്പ്സ് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ടോട്ടൽ 4 മെത്തിലിൻ ഗ്രൂപ്പ്സ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അഡിപ്പിക് ആസിഡ്. അഡിപ്പിക് ആസിഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഇനി പറയുന്നില്ല, നിങ്ങളുടെ റിയേജൻ്റ് ഇവിടെ വ്യത്യാസമുണ്ട്. എന്താണ്? എത്തിലീൻ ഡൈബ്രോമൈഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സോൾട്ട് ഉണ്ടാക്കി, ദെൻ എത്തിലീൻ ഡൈബ്രോമൈഡായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര CH2 ആഡ് ചെയ്തു? ഈ 2 കാർബണിൻ്റെ ഇടയ്ക്ക് 2 CH2 ഗ്രൂപ്പ് ആഡ് ചെയ്തു അല്ലേ. മറ്റേ കേസിൽ ഗ്ലൂട്ടാറിക് ആസിഡിൻ്റെ കേസിൽ ഒരു CH2 ഗ്രൂപ്പ് ആയിരുന്നു ആഡ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും റിഫ്ലക്സ് ചെയ്യുന്നു. സോ ഫൈനലി വി ഗോട്ട് അഡിപ്പിക് ആസിഡ് എന്താണ്? CH2COH. നിങ്ങൾക്ക് ഇതിനെ ഷോർട്ടാക്കി എങ്ങനെ എഴുതാം? CH2 4 times, COH 2 times, അങ്ങനെയും എഴുതാം. പക്ഷേ സ്ട്രക്ചർ കണക്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ.